ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പുട്ടൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പാണ്. അപ്പോൾ 2 സൈസ് പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അരിപ്പൊടി കുറച്ച് ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ അരിപ്പൊടി കൊണ്ട് പുട്ടും പിന്നെ ഗോതമ്പ് പുട്ടും. ഗോതമ്പ് പുട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചേട്ടനൊഴികെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് അരിപ്പുട്ട് ചേട്ടന് മാത്രം ഉണ്ടാക്കി വെച്ച് ബാക്കി എല്ലാവർക്കും ഗോതമ്പ് പുട്ടൊക്കെ ആക്കി. അപ്പം കണ്ണന് രാവിലെ ട്യൂഷനുണ്ട്. കണ്ണൻ രാവിലെ ട്യൂഷനൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കണ്ണൻ ആദ്യം കഴിക്കാനൊക്കെ കൊടുത്ത് കണ്ണൻ കഴിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെയുള്ളൂ ഞങ്ങളുടെ കാപ്പുപൊടിയൊക്കെ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. പുട്ടിന് പഴം മാത്രമേ ഉള്ളൂ. പഴം പഞ്ചസാരയിട്ട് കഴിക്കാനാണ് ഇന്ന്. ഇവിടെ ആർക്കും അങ്ങനെ കറിയോട് വലിയ താല്പര്യമില്ല പുട്ടിൻ്റെ കൂടെ. എനിക്ക് പിന്നെ പുട്ടിൻ്റെ കൂടെ എന്നാ കിട്ടിയാലും ഇഷ്ടമാണ്. അത് പുട്ടരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ കറിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ പഴവും പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ സാധാരണ രീതിക്ക് തന്നെ ചോറിട്ടാണ് പൊടിച്ചേക്കുന്നത്. അല്ലാതെ വെള്ളത്തിൽ നനച്ചെടുത്തൊന്നുമല്ല. ഗോതമ്പ് പുട്ടും അതെ അരിപ്പൊടിയുടെ പുട്ടും എല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കഴിക്കാനും ഒക്കെ തുടങ്ങണം. അതിന് മുമ്പേ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. എല്ലാവരും ഇനി കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്നിനോടുള്ളൂ ഇനി കഴിക്കാനായിട്ട്. കഴിച്ചെല്ലാം കഴിച്ച് നമ്മുടെ അടുക്കളയുടെ ഡോറിൻ്റെ ഗ്ലാസ് പൊട്ടിയ ദിവസം കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് പോകണം. അപ്പോൾ ഗ്ലാസ് അത് ഞാനും ചേട്ടനും കൂടെ അത് ഇളക്കിയെടുത്തു. അതിൻ്റെ പടി അടിച്ചേക്കുന്നതെന്ന് ഇനി അത് കൊണ്ട് കടയിൽ കൊടുത്തേച്ച് ഒരു ഗ്ലാസ്സിനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഗ്ലാസ്. അപ്പോൾ ഇതേ ലെവലിൽ തന്നെ ഗ്ലാസ് മാറ്റിയെടുക്കാനായിട്ടാണ് വെട്ടിയെടുക്കാനായിട്ടാണ് ഈ ഗ്ലാസ് കൊണ്ടുവന്നത്. ഓട്ടോ ഓടിക്കുന്നവരാ ഓട്ടോ മുതലാളി അങ്ങനെ എല്ലാം ഊരിയെടുത്ത് ഓടിക്കാത്തന്ന്. ഇങ്ങനെ നീക്ക് അച്ഛൻ മുന്നോട്ട് നീങ്ങ പതിയെ പതി ആ അങ്ങനെ പിടിച്ചോ. പേപ്പർ വല്ലതും വേണം മടി വെക്കാനായിട്ട്? എടാ പേപ്പർ വേണോ? അതെ ബാച്ചേട്ടൻ ബ്രേക്ക് പിടിക്കുന്ന സൂക്ഷിച്ച് വേണേ. അവന്മാരിക്കല്ലേ ഏത് പോരാ താളെ എഴുതിയേക്ക്. ദൈവമേ കാത്തുകൊള്ളണേ. വിട്ടേക്കല്ലേടാ ദൈവമേ കാത്തുകൊള്ളണേ. ഗ്ലാസ് ഊരിക്കൊണ്ട് പോയത് ഇവിടെ തിന്നാളൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയതാണ്. അത് ബാക്കിയും കൂടെ ഇതായിട്ട് പൊട്ടി. അപ്പം ഗ്ലാസ് മാറാനായിട്ടാണ് ഇപ്പോൾ പോയത്. എന്ന് ഊരിയെടുത്തത് ഞാനും ചേട്ടനും കൂടാണ്. ഇനി അത് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് ഇനി ആളെ വിളിക്കണം. അങ്ങനെ ഗ്ലാസിൻ്റെ ഇതിനു വേണ്ടി ചേട്ടനും കണ്ണനും കൂടെ പോയി. അപ്പോൾ അത് ബാച്ചറിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇവിടെ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓട്ടോ ഇട്ടേച്ച് പോകുന്നതാണ്. അപ്പോൾ അത് വേഗത്തേക്ക് ഉച്ചക്കത്തേക്ക് ഇനി സവോളയൊക്കെ തോരൻ വെക്കാനായിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. അന്നേരത്തേക്ക് അവർ പോയിട്ട് വന്നു കേട്ടോ പെട്ടെന്ന് തന്നെ. മകള് വന്നപ്പം ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇതന്നെടാ കേക്കോ? അല്ല വേറെ കണ്ടിട്ട് വെളിവില്ലേ ബാബയ്ക്ക്? ഇത്രക്ക് വെളിവില്ല ബാബയ്ക്ക്. ഇല്ല വെളിവില്ലടാ. അതെന്നതാ ക്രീമെണ്ണാന്ന് തോന്നുന്നു കണ്ടിട്ട്. പപ്സ് അല്ല അത് ക്രീം ആണ്. അതാ ക്രീം അല്ലത് വെട്ടിയേക്ക് അല്ല ഈന്തപ്പഴമാന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടി ഈന്തപ്പഴം. അതെന്നാ സംഭവം? 2 കവർ ഈന്തപ്പഴോ? ഒരു കവർ പൊട്ടി. 2 കൂടെ ഒന്നിച്ച് പൊട്ടിക്കണ്ട. ഇത് പൊട്ടിക്കാം അത് പൊട്ടിക്കാം അത് പൊട്ടിക്കണ്ട അത് പൊട്ടിക്കണ്ട. സമാധാനമായി അച്ഛന് ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അവളില്ലാത്ത സമയത്ത് ഏതാണ്ടെല്ലാം കണ്ണന് മേടിച്ചു കൊടുത്തു. അവൾക്കൊന്നും മേടിച്ചില്ല എന്നും പറഞ്ഞു. ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയാ അവള് സ്പ്രൈറ്റ് എടുത്ത് ഫുള്ള് കുടിച്ചത്. ആ അത് കുടിച്ചു. സത്യമാടാ അത് സത്യമാടാ കണ്ണ. ഇതിന് നീ പൊട്ടിച്ചു പിന്നെ അത് അടയ്ക്കുന്നേ പിന്നെ എന്തിനാ പൊട്ടിച്ചത്? അല്ല അത് പൊട്ടിച്ചേച്ച് പറയാ ഇപ്പൊ വേണോന്ന്. ഇതെങ്ങനെ കട്ട് ചെയ്യാം? ബേക്കറിയൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം കഴിച്ച് എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള തോരനൊക്കെ കണ്ട് ഞാൻ അടുക്കളയിട്ട് കയറിയതാണ്. അപ്പോൾ സവോള പൂവിൻ്റെ റൗണ്ടിൽ അരിഞ്ഞ് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. എന്നിട്ട് കടുക്
എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി അതിലേക്ക് 2 ഉണക്കമുളകും കൂടി ഇട്ടേച്ച് അതിനകത്തോട്ട് സവോളപ്പൂവും കൂടി സവോളയും സവോളപ്പൂവും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ടേച്ച് അത് നല്ലപോലെ ഒരു ഉപ്പും ചേർത്ത് നല്ലപോലെ നിലക്കേച്ച് ഒരു ശകലം വെള്ളം ചേർക്കത്തുള്ളൂ, ഒത്തിരി വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ. ശകലം വെള്ളം കൊണ്ട് ചേർത്ത് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കും. അന്ന് സവോളപ്പൂവൊക്കെ അതിന് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒത്തിരി താമസമൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് അത് വേവിക്കാണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ. അപ്പം ഞാൻ ഇച്ചിരി തക്കാളിക്ക അരിഞ്ഞ് അടുപ്പ് വെച്ചിട്ടുണ്ട്, എന്നിട്ട് തക്കാളിക്ക കറി വെക്കാനായിട്ട്. അങ്ങനെ തക്കാളിക്ക കറി വെക്കാനും ഒരു സൈഡ് നടന്നിരിക്കുന്നു. പിന്നെ മീൻ വറുത്തത്, മത്തി വറുക്കാനിട്ടുണ്ടായിരുന്നു, അത് വറുത്ത്. അപ്പോൾ നമ്മുടെ സവോളപ്പൂ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ നടുക്കുന്ന് സവോളപ്പൂ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ച് ഒരു ശകലം എണ്ണയും കൂടെ ഒഴിച്ച് 2 മുട്ട പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിക്കും. പിന്നെ ഇങ്ങനെ എല്ലാതാണെങ്കിലും വേറെ ചീനിച്ചട്ടിയിട്ട് ചിക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ എനിക്കിതിനൊന്നും മെനക്കെടാൻ മെനക്കെടാന്നല്ല, ഉള്ള പാത്രമെല്ലാം കൂടെ എടുത്ത് അഴുക്കാക്കിയാൽ ഞാൻ തന്നെ വേണം കഴുകാനായിട്ട്. അതുകൊണ്ട് ഞാൻ എന്നാന്ന് പറയുക, ഇതിൻ്റെ നടുക്കോട്ട് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇങ്ങനെ ചിക്കി എടുത്തേച്ച് ലാസ്റ്റ് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കും. ഇപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, മുട്ട മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. മുട്ടയ്ക്കകത്ത് പിന്നെ ശകലം ഉപ്പ് ഞാൻ നടുക്കോട്ട് ഇടുന്നുണ്ട്. ആ ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്താലേ അല്ലെങ്കിൽ അവിടെയൊക്കെ പിടിച്ചിരിക്കും. അങ്ങനെ വരാത്ത രീതിയിൽ വേണം എടുത്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് ചുമ്മാ ഇച്ചിരി തേങ്ങ ചേർക്കുന്നുള്ളൂ. വെറും തേങ്ങ ചിരണ്ടി, ഒത്തിരി വലുതായിട്ട് ചേർത്തില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ചിരണ്ടി എടുത്ത് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ശകലം വെജിറ്റബിൾ മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചിലർ തേങ്ങ ചതച്ചൊക്കെയാണ് ഇതിന് ചേർക്കുന്നത്. ഇതൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി. പക്ഷേ ഈ മസാലപ്പൊടി ഇങ്ങനെ ചെറുതായിട്ട് ചേർത്ത് വെക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെ. നമ്മൾ ഈ മുട്ടത്തോരൻ വെക്കുന്നതിൻ്റെയും പിന്നെ ഈ കൂണിൻ്റെയും അങ്ങനെയൊക്കെ ഓരോ ടേസ്റ്റ്. അത് ഈ മീറ്റ് മസാലപ്പൊടിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ മസാലപ്പൊടിയോ ഇച്ചിരി ഇതിനകത്തൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റും അങ്ങനത്തെ ഒരു മണമൊക്കെ കിട്ടും. അങ്ങനെ ഒരു ശകലം വെജിറ്റബിൾ മസാലപ്പൊടിയും കൂടെ ചേർത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവോളപ്പൂ തോരൻ റെഡിയായി. ഇവിടെ മിക്കപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ സവോളപ്പൂവേ. ഇങ്ങനെ തോരൻ വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഇതാക്കി വെച്ച് അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഊണൊക്കെ റെഡിയാകുന്നുണ്ട്. പക്ഷേ കഴിക്കാനായിട്ട് ആരുമില്ല. കാര്യം ആർക്കും വിശപ്പില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. എല്ലാവർക്കും വയറ് നിറഞ്ഞെന്നും പണ്ട് ഓരോന്നൊക്കെ കൊണ്ടുവന്ന് എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇവിടെ ചില സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ആർക്കും വിശപ്പില്ല. ഇത് തക്കാളിക്കറി വെച്ചാണ് ഇങ്ങനെ തക്കാളിക്കറിക്കകത്ത് നിന്നിട്ട് കടുക് വറുക്കുമ്പോൾ ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ ആ മേളിലായിട്ട് ഇങ്ങനെ ആ എണ്ണമയത്തോടുകൂടി പൊങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മീൻ വറുത്തതും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് ഞാൻ അടുത്ത വീഡിയോയ്ക്ക് എടുത്തത്. 2 പേരും കൂടെ ഭയങ്കര സ്നേഹത്തിൽ ഇരിക്കുന്ന കണ്ടതല്ലേ, ഇനി 2 പേരുടെ അടി കാണാവേ. അന്നേരത്തേക്കുള്ള സ്നേഹമൊക്കെ ഉള്ളായിരുന്നു. ഇന്നലത്തെ സ്നേഹം കണ്ടപ്പോൾ ഞാനൊത്ത് 2 പേരും തമ്മിൽ അങ്ങ് ഭയങ്കര സ്നേഹമായെന്ന്. ഇന്ന് ആ സമയമായപ്പോഴത്തേക്ക് 2 കൂടെ അടി തുടങ്ങിയല്ലേ റിമോട്ടില്. പോയി പുസ്തകം എടുത്ത് വെച്ചെല്ലാം പഠിക്കാൻ നോക്കടാ, സ്കൂൾ തുറന്നില്ലേ. ആ ഉള്ളു. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ 7:45 തരൂന്ന് പറഞ്ഞു. എന്നാ ശരി, 8 മണിയാകുമ്പോൾ തരാം. നിനക്ക് 7:45 തരണ്ടെന്നല്ലേ പറഞ്ഞേ. ആമ മുയല് പൊക്കോണം കേട്ടോ. ആ ശരി, അങ്ങനൊക്കെ നീ ചെയ്തില്ലേ അവളോട്. നാളെ സ്കൂളിൽ പോണ്ടേ. ആര് നിന്നെ പറ്റിക്കാൻ? നീ എന്നെ കുഞ്ഞിക്കാൻ മത്തിയോ പറ്റിച്ചെടുക്കാനായിട്ട്? പറ്റിച്ചതല്ലേ എന്ന്. ഞങ്ങളൊക്കെ സാധാരണ മീൻ പറ്റിക്കുക എന്നാ പറയുന്നത്. അടുക്കള കഥയൊക്കെ പൂട്ടി കണ്ണൻ ഇവിടുത്തെ കഥകും പൂട്ടാനായിട്ട്. ഇതും പൂട്ടിയേക്കട്ടെ കണ്ണ. കണ്ണൻ പൂട്ടിയ കഥ ഇപ്പം ഞാൻ തുറന്ന എൻ്റെ കഥകെല്ലാം അടുക്കള കഥയൊക്കെ പൂട്ടി കണ്ടോ. എനിക്ക് വയ്യ, ഞാനും അത്രയും ചിന്തിച്ചില്ല കേട്ടോ. അല്ല, അതിനകത്തൂടെ കണ്ണനകത്ത് കയറി കണ്ടപ്പോ ആദ്യമേ നീയല്ലേ പൂട്ടിയത്. എന്നിട്ടിപ്പോ ഞാനും അച്ഛനോട് തുറന്ന അടങ്ങിയിരിക്കാതെ ഇതുമെല്ലാം കാണും, കുപ്പിച്ചിലുമല്ലോ. അടുക്കള കഥയൊക്കെ പൂട്ടിയതല്ലേ, ആ ഇടയ്ക്കത്തെ ഇതൊക്കെ ഇട്ടായിരുന്നല്ലോ. കണ്ടാ, കണ്ണന് വെച്ചുകൂടെ എറിഞ്ഞ് പൊട്ടിച്ചതായിരിക്കും എൻ്റെ ഗ്ലാസ്. വെള്ളമൊക്കെ വെച്ചു ഞാൻ കിടക്കാൻ പോയി, എനിക്ക് ഉറക്കാൻ വരുന്നു. എടാ അത് തല്ലി പൊട്ടിച്ച് കളയല്ലേ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.